എല്ലാവർക്കും നന്ദാസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് നമ്മുടെ ഫാമിന്റെ പാർട്ട് 2 വീഡിയോയുമായിട്ടാണ്. അപ്പൊ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ ഓൾ സെറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇവിടുത്തെ പച്ചക്കറിത്തോട്ടത്തിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് കത്തിരിയാണ്. ഇവിടെയും കത്തിരിയാണ്. ഇവിടെ കത്തിരി, ഇവിടെ നല്ല നീളം മുളവാണ്, സൂപ്പർ നീളം മുളവാണ് ആയിട്ടുണ്ട്. ഇവിടെ നീളം മുളവ്, ഇവിടെ നല്ലോണം നീളം മുളവ് പിടിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുണ്ട്, അവിടെയും കൂടെ നമുക്ക് പോയി കാണാം. നമ്മൾ ബാലരാമപുരത്തു നിന്നും വാങ്ങിക്കൊണ്ട് വന്ന തൈകളാണ് കുരുമുളകിൻ്റെ ഒരു നഴ്സറിയിൽ നിന്ന്. അതാണ് ഇപ്പോഴേ പിടിച്ചു തുടങ്ങി ചട്ടിയിൽ പിടിക്കുന്ന ഒരു വെറൈറ്റി ആണ്. അപ്പം ഇവിടെ നിൽക്കുന്നത് ഒരു നീലയും ഒരു വയലറ്റ് പോലത്തെ ഒരു നിറത്തിലുള്ള ഓമലാണ്, പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു സാധാ ഓമലാണ്. അപ്പം ഇവിടെ കാന്താരിയാണ്, ഇഷ്ടംപോലെ കാന്താരി മുളകാണ്, ഇഷ്ടംപോലെ പിടിച്ച് നിൽപ്പുണ്ട്, ഇഷ്ടംപോലെ പിടിച്ച് നിൽപ്പുണ്ട്. ഇത് കത്തിരി, വയലറ്റ് കത്തിരി. ഇതാണ്ട ഇവിടെ വെള്ളക്കത്തിരിയും ഉണ്ട്, നല്ല സൂപ്പർ വെള്ളക്കത്തിരി. ഇത് 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ്, ബാലരാമപുരത്തു നിന്ന് വാങ്ങിയതാണ്. ഇവിടെയും ഉണ്ട്. ഇവിടെ ഉണ്ടമുളവാണ്, നല്ല എരിയുള്ള ഉണ്ടമുളവാണ്. ഇവിടെ വാടി നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉച്ച സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. വൈകിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ പോയി കാണുക. ഇതാണ് അമ്മുക്കുട്ടി. ഇവിടെ നിൽക്കുന്നത് സാധാ പുളിഞ്ചിയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് കത്തിരിയുടെ തൈകളാണ്. ഇവിടെ നല്ല നീളത്തിന് പിടിച്ചിട്ടുണ്ട്, നല്ല നീളത്തിന് പിടിച്ചിട്ടുണ്ട്. ഇവിടെ പിഞ്ചാണ്, പിടിച്ചില്ല. ഇവിടെയും നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നത് ഒരു തക്കാളിയുടെ ഒരു മല വേണമെങ്കിൽ ഒന്ന് പറയാം. അതാണ്ട് കാണാം, ഇഷ്ടം പോലെ തക്കാളിയാണ് ഇവിടെ പിടിച്ച് ഞാൻ നിൽക്കുന്നത്. ഈ തക്കാളിയുടെ തൈകളെല്ലാം നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് തന്നതാണ്. ഇവിടെയൊക്കെ നല്ല നീളം മുളവാണ്. ഇത് ചൈനീസ് ഓറഞ്ചാണ്, കുഞ്ഞ് ഓറഞ്ച്. നമുക്ക് വേറൊന്നും വേണ്ട, റസ്നേര പൊടിയൊന്നും വേണ്ട. ഇത് തന്നെ നമുക്ക് പഴുക്കുമ്പോൾ പിഴിഞ്ഞ് കുടിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ വലിയ തക്കാളി പിടിച്ചിട്ട്, വലിയ പഴുത്തത്. ഇവിടെ ഗൗളിത്തെങ്ങാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ താഴെ ഇത്തിരി ചീരയും പൊടിച്ചിപ്പുണ്ട്. ഇവിടെ മരത്തടിയാണ്, ഇത് മരച്ചീരയാണ്. 6 മാസമാകുമ്പോൾ പുഴുതെടുക്കുന്ന മരച്ചീരയാണ്. ഇപ്പം വെറും 3 മാസമായേ ഉള്ളൂ. ഇത് വലിയ ചാമ്പയാണ്, ചില സ്ഥലങ്ങളിൽ ആപ്പിൾ ചാമ്പയെന്നും പറയും. ഇത് കുറേ കാലമായിട്ട് നട്ടതാണ്. ഇതുവരെയും അതിന് പൂ പോലും വന്നിട്ടില്ലായിരുന്നു. ഇപ്പം താണ്ട് അതിൽ പൂ വന്നു, പൂവ് കായായി വന്നിട്ടുണ്ട്. ഇതിനി ആവണം. ഇത് അഗസ്തി മുരിങ്ങ, നല്ല പൊക്കത്തിന് പോയ അഗസ്തി മുരിങ്ങ. ഇത് ഇത്രയും ഇങ്ങനെ വാഴത്തോട്ടമാണ്. ഇവിടെ വാഴയുടെ കന്ന് വെച്ചേക്കാണ്. അതുപോലെ അവിടെ കപ്പേര, ഇത് ആയില്ല, കൊല ആയില്ല, എന്നാലും വന്നു തുടങ്ങിയിട്ടുണ്ട്, പൂമ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുരുമുളക് തൈ ഇങ്ങനെ പടർത്തിയിട്ടുണ്ട്. ഇവിടെ തേക്കും തൈ, പ്ലാവും തൈ, പിന്നെ ഇവിടെ ഓമലിൻ്റെ തൈ, ഇത് തേക്കും തൈ. അപ്പം ഇവിടെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് അറിയാം. ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളം ഇങ്ങനെ നിറച്ചിട്ട് ഇവിടം വരെ കൊണ്ടുവരാൻ പറ്റൂലല്ലോ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഓസ് വഴി പമ്പ് ചെയ്ത് അങ്ങ് എടുക്കും. അപ്പം ഗൈസ്, ഇത് സ്റ്റാർ പുളിഞ്ചിയാണ്. ഇത് നല്ലോണം ഇത് കായ്ക്കുന്ന പുളിഞ്ചിയാണ്, സ്റ്റാർ പുളിഞ്ചി. ഗൈസ്, അതുകൊണ്ട് അങ്ങ് മേളിൽ വരെ തോനൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. അതങ്ങ് എത്തൂല.
മാത്രമല്ല ഭയങ്കര ഉറുമ്പും കയറും. അത് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. എങ്ങനെയുണ്ടമ്മു? ഇത് റംബൂട്ടാനാണ്. ഇത് പിടിക്കാൻ കുറേ വർഷം എടുക്കുമെന്നൊക്കെയാണ് നമ്മളെ അമ്മുപ്പ പറയുന്നത്, അല്ലേ അമ്മു? ഇത് ചിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല കിണറ്റിൻ്റെ മുട്ടിലാണ് നട്ടേക്കുന്നത്. ഇതുവരെയും പിടിച്ചിട്ടില്ല. എന്നാൾ പിടിച്ചായിരുന്നു, എന്നാലും അത് പൊഴിഞ്ഞു പോയി. ഒന്നും അങ്ങനെ ആവൂല. ഗായ്സ്, ഇപ്പം ഇവിടെ നിൽക്കുന്നത്, വീട്ടിൽ നിൽക്കുന്നത് നോനിപ്പഴമാണ്. ഇത് നല്ലോണം പഴുക്കുമ്പം ഇതൊരു ജാറിലിട്ടിട്ട് അടച്ചു വെച്ചേക്കണം. അടച്ചതിന് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പം അതിൻ്റെ ഒരു നീര് വരും. അത് നമുക്ക് എടുത്ത് ജ്യൂസ്, എന്തിൻ്റെ കൂടെ ജ്യൂസ് അടിച്ച് കുടിക്കാം. അത് നല്ല ഹെൽത്തിയാണ്. നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അതൊക്കെ പോകും. അതുകൊണ്ട് അതിൻ്റെ പൂ കാണിച്ചു തരാം. പച്ച നിറമാണ്, പഴുക്കുമ്പോൾ അത് വെള്ളയാവും. വെള്ളപ്പൂവാണ്. നിങ്ങളിവിടെ പരിസരത്ത് വല്ലതും ഉണ്ടെങ്കിൽ അത് വേഗം അങ്ങനെ ചെയ്തോളൂ, ഞാൻ പറഞ്ഞ പോലെ. അമ്മ പറഞ്ഞ കേട്ടോ നിങ്ങളെല്ലാവരും. ഇത് കൊയിനയാണ്. ഇത് പനി വരുമ്പോൾ എൻ്റെ അപ്പൂപ്പനൊക്കെ ഇത് കഷായം ആക്കിയിട്ട് കുടിക്കും. പനിയൊക്കെ വേഗം പോകും. ഇത് റോസയാണ്. ഒരു നല്ല ഭംഗിയുള്ള പർപ്പിൾ കളർ, ഒരു മജന്ത കളറുള്ളൊരു റോസയാണ്. ഇത് പേരക്കയാണ്. പേരക്ക പിന്നെ പിടിച്ചില്ല, അതിൻ്റെ സീസൺ കഴിഞ്ഞു പോയി. ഇത് വാഴത്തോട്ടമാണ്. ഇത് ഫുള്ള് വാഴയാണ് ഇവിടെ. ഇതിൽ കപ്പപ്പഴമുണ്ട്, കപ്പപ്പഴത്തിൻ്റെ വാഴയുണ്ട്, എല്ലാം ഏത്തപ്പഴമുണ്ട്. അതുപോലെ ചില സ്ഥലം അതുപോലെ പൂവമ്പഴം, അതുപോലത്തെ വ്യത്യസ്തതരമായ, എനിക്കതിൻ്റെ പേരത്ര കാര്യമായിട്ട് അറിഞ്ഞൂടാ. എന്നാലും ഇവിടെ ഇഷ്ടംപോലെ വാഴയുണ്ട്. മുകളിൽ കണ്ടതിനേക്കാളും വാഴയുണ്ട് ഇവിടെ. ഇവിടെ നടാത്ത കുറച്ച് തൈകളാണ് ഇവിടെ കൊണ്ട് വച്ചേക്കുന്നത് കിണറ്റിൻ്റെ മൂട്ടിൽ. ഇത് ഞവരയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. നല്ല ഔഷധമുള്ള ഇതാണ്. അപ്പം ഗായ്സ്, ഇത് വേപ്പാണ്. നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളൊരു വേപ്പാണ്. നമുക്ക് പുറത്തൊക്കെ തേച്ച് കുടിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, അത് കാറ്റാടിയാണ്. ഒരു കുഞ്ഞു ആകാശം നല്ല വൈറ്റിൽ നിൽക്കുന്ന നല്ല കാറ്റാടിയാണ്. പിന്നെ അവിടെ തെങ്ങുണ്ട്. അത് നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, ഇപ്പം തന്നെ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതാണ്ട് അപ്പൂപ്പൻ്റെ ഫ്രണ്ട് പൂപ്പി. അപ്പൂപ്പൻ്റെ ചങ്കുമാണ് അവർ രണ്ടുപേരും. അപ്പൂപ്പൻ്റെ ചങ്കാണ്. അതുകൊണ്ട് അപ്പൂപ്പൻ നമ്മളെ അമ്മിണിക്കുട്ടി 2 മാസം ആയ ഗർഭിണിയാണ്. പിന്നെ കിങ്ങിണി 4 മാസവും. അപ്പൂപ്പ ഇപ്പം കാടി അതിനു വേണ്ടി ഒരുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് താറാവിനെ ഒന്നുകൂടെ കണ്ടിട്ട് വരാം ഗായ്സ്. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഇത് വലുതായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എല്ലാവരും ഒരു മൂവിലേക്ക് പോയി നല്ലോണം ചോറും അരിയൊക്കെ തിന്നിട്ട് വന്ന് നിൽക്കുകയാണ്. എന്തോന്ന് കണ്ടിങ്ങനെ എന്തോ നോക്കുകയാണ് ഗൈസ്. ഇത് ഞാൻ ശബ്ദം കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം എന്താ ഇവിടെ നല്ല വാഴ പിടിച്ചിട്ടുണ്ട്, വാഴക്കൊല പിടിച്ചിട്ടുണ്ട് വാഴയിൽ. നമ്മളെ അപ്പൂപ്പ അതിൻ്റെ തേനൊക്കെ എടുത്ത് തന്നു. അതിൻ്റെ വീഡിയോ വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് സോറി. അപ്പോഴത്തേക്ക് നമ്മളെ അപ്പൂപ്പൻ കാടിയൊക്കെ റെഡിയാക്കി. നമുക്ക് ഒന്ന് നോക്കാം. അതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴമൊക്കെ ചേർത്ത് ചേർത്ത കാടിയാണ്. അപ്പം നമ്മളെ അമ്മുക്കുട്ടിയുടെ ഫ്രണ്ട് അണ്ണൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അപ്പൂപ്പൻ കാട് റെഡിയാക്കി നമ്മളാ കിങ്ങിണിക്ക് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ വേറൊരു കൊതിയനും കൂടെ ഇരുന്ന് നോക്കുന്നു. അത് കണ്ടിട്ട് ആണ്ടെ നല്ലോണം ആസ്വദിച്ച് കാടി പിടിക്കുന്നുണ്ട്. നമ്മളെ അമ്മിണി ഇവിടെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ എണീച്ച് കാടി കുടിക്കും.